ഇന്ന് ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്നുള്ളത് ആലപ്പുഴയിലാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള അമ്പലപ്പുഴ പാൽപ്പായസമാണ്. 15ാം നൂറ്റാണ്ടില് ചെമ്പകശ്ശേരി രാജാക്കന്മാരാണ് ആദ്യമായി ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്. ഇന്നും അതേ ട്രഡീഷണൽ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പശുവും പാലിലാണ് നമ്മൾ പായസം തയ്യാറാക്കുന്നത്. അതുകൊണ്ട് എല്ലാ പാത്രങ്ങളും നല്ല രീതിയിൽ ചൂടുവെള്ളത്തിൽ തന്നെ വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. നമ്മൾ അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അരമണിക്കൂറോളം പാല് നന്നായിട്ട് വേവിച്ച് കുറുകി വന്നു. അതിന്റെ കളർ ചേഞ്ചായി വൃത്തിയാക്കി വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കലേരി ഇട്ട് കൊടുത്തു. അതും കൂടി ഈ പാല് കിടന്ന് വെന്ത് വരണം. അപ്പോഴേക്കും പാലിന്റെ കളർ പൂർണ്ണമായിട്ടും മാറും. അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസിനല്ല, നമ്മൾ ചെലവാക്കുന്ന സമയത്തിനാണ് അതിന്റെ ടേസ്റ്റ് വരിക. ആ പാല് വെന്ത് വരുന്ന ഫ്ലേവറാണ്. 1/4 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഉണക്കലേരി നന്നായിട്ട് കുക്കായിട്ട് വന്നു. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് ശർക്കര എല്ലാം നന്നായിട്ട് കുറുകി വന്നു. അതിന്റെ ടെക്സ്ചർ എല്ലാം മാറി നല്ലൊരു അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ കളർ കിട്ടി നമുക്ക്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ക്യോക്കർ ഓട്സ് ഇട്ട് കൊടുക്കുകയാണ്. ക്യോക്കർ ഓട്സിൽ ഫൈബറും പ്രോട്ടീൻസും ധാരാളം ഉണ്ട്. ഹോൾ ഗ്രെയിൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്യോക്കർ ഓട്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മുടെ പായസം നമ്മൾ ഉദ്ദേശിച്ച കറക്റ്റ് ടെക്സ്ചറിൽ നല്ല തിക്കായിട്ട് തന്നെ കിട്ടി. See you soon with next dish with ക്യോക്കർ.